അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തിക്ക് ഗ്രേവി ആയിട്ടുള്ള ചിക്കൻ മപ്പാസാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് കുറച്ച് ചക്കിലാട്ടിയ ശുദ്ധമായ വെളിച്ചെണ്ണ വയ്ക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ട് അതിൽ കുറച്ച് ഏലം, ഗ്രാമ്പു, പട്ട, ജാതിപത്രി കുറച്ചിടുക. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുക. അതിലേക്കൊരു 100 ഗ്രാം ചുവന്നുള്ളി, ഒരു 2 മീഡിയം സവാള ചെറുതായി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇതിലേക്കൊരു 3 പച്ചമുളക് നടുക്കണ്ട് കീറിയിട്ട് ഇതിലേക്ക് ഇടുന്നുണ്ട്. പച്ചമുളക് വേണമെങ്കിൽ കൂട്ടിയിടുക. ഇത് നല്ല എരിവുള്ള മുളക് കൊണ്ട് 3 ഇടുന്നുള്ളൂ. 5 6 ഇടുക. പിന്നെ ഇത് ടേസ്റ്റ് ചെയ്തത് കുട്ടികളാണ്, അപ്പോൾ അതുകൊണ്ട് എരിവ് കൂടുതലിടുന്നത്. ഇതിൽ മുളക് പൊടിയും ചേർക്കുന്നില്ല. എരിവിന് കുരുമുളക്, പച്ചമുളകാണ് ഇതിലുള്ളത്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾ ചേർക്കുന്നുണ്ട്. മഞ്ഞൾ കൂടുതൽ ചേർക്കുന്നുണ്ട്, കാരണം ഇതൊരു മഞ്ഞ കളറുള്ള കറി ആയതുകൊണ്ട് മഞ്ഞൾ കൂടുതൽ ചേർക്കുന്നുണ്ട്. മഞ്ഞൾ എണ്ണയിൽ ഒന്നുണ്ട് അതിൻ്റെ മണം, ആ ചുവ, പച്ച ചുവ, ആ ടേസ്റ്റ് പോകുന്ന വരെ ഒന്ന് വഴറ്റുക. അപ്പോൾ ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയ 1 കിലോ ചിക്കൻ ചേർക്കണം. ചിക്കൻ ഇതിലൊന്ന് നന്നായി വഴറ്റിയെടുക്കുക ഈ മസാലയിൽ എണ്ണയിൽ. അപ്പോൾ ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അല്പം വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിക്കൻ മസാല കുറച്ച് ടൈം, ഒരു 5 മിനിറ്റ് എണ്ണയിൽ മസാലയിലൊന്ന് ഇങ്ങനെ വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുന്നുണ്ട്. അതായത് ഒരു ഇഞ്ച് കഷ്ണം ഇഞ്ചി, ഒരു 5 6 അല്ലി വെളുത്തുള്ളി, ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും ചതച്ച് കഴിഞ്ഞപ്പോൾ. പേസ്റ്റല്ല, ചതച്ചതാണ്. ഇതൊന്ന് അതിലിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലി, ഫ്രഷ് മല്ലിയാണ്, വറുക്കാത്ത മല്ലി, വെള്ളത്തിൽ കുതിർത്ത് ചതച്ചെടുത്താണ്. ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അത് മല്ലിപ്പൊടി ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ്. പച്ചമല്ലി ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് സാധാ മല്ലിപ്പൊടി ചേർത്താൽ മതിയാവും. 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണ് പെരുംജീരകം പൊടിച്ചത് ചേർക്കുന്നുണ്ട്. ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്ത തക്കാളി ചേർക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ശേഷം ഒന്നും കൂടെ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു 3 കപ്പ് തേങ്ങയുടെ 2 പാൽ എടുത്ത്, 1 പാൽ മാറ്റി വെച്ചിട്ടുണ്ട്. 2 പാൽ എടുത്തത് ഒരു 3 കപ്പ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതിൽ കിടന്നിട്ട് വേണം ഈ ചിക്കൻ വേവാൻ. ഇപ്പോൾ എല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ചിട്ട് ഇത് മൂടി വെച്ച് ഒരു 20 മിനിറ്റ് വേവിക്കാം. അപ്പോൾ ചിക്കൻ മപ്പാസ് ഒരു 20 മിനിറ്റായിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം.
ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ചേർക്കുന്നുണ്ട് പൊടിച്ചത്. ഒരു 25 ഗ്രാം അണ്ടിപ്പരിപ്പ് കാഷ്യൂനട്ട് വെള്ളത്തിട്ട് കുതിർത്ത് പേസ്റ്റാക്കിയത് ചേർക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ പ്രധാന ഒരു ഇൻഗ്രീഡിയൻസ്. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനെഗർ ചേർക്കുന്നുണ്ട്. ഇനി ഒന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് കൂടെ ആ കാഷ്യൂനട്ടൊക്കെ പേസ്റ്റ് ഒഴിച്ചതിനൊക്കെ ശേഷം വിനെഗർ ഒഴിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ വേവൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റായിട്ട് ഒരു തേങ്ങയുടെ 1/4 പാൽ എടുത്ത് വെച്ചത് ഒരു 1.5 കപ്പ് ഉണ്ടാവും. അത് ലാസ്റ്റ് ഇതിലേക്ക് ഒഴിക്കുക. ഇത് ഒഴിച്ചതിന് ശേഷം പിന്നെ സ്റ്റൗ ഓഫ് ചെയ്യണം. പിന്നെ തിളക്കാൻ പാടില്ല. ചെറിയ തീയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. അപ്പോൾ മപ്പാസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു താളിപ്പ് ഉണ്ടാക്കുക. ഒഴിച്ചതിന് ശേഷം ഇത് കറി ഫിനിഷ് ആക്കാം. അപ്പോൾ താളിപ്പിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക. അതുപോലെ കുറച്ച് കറിവേപ്പില, രണ്ട് വറ്റൽമുളക് കട്ട് ചെയ്ത്, കുറച്ച് ചുവന്നുള്ളി കട്ട് ചെയ്ത്, അപ്പോൾ ഈ താളിപ്പത്തിലേക്ക് ചേർക്കുക. ഇത് മുകളിലായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളെ ചിക്കൻ മപ്പാസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മപ്പാസ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നു അപ്പത്തിൻ്റെ കൂടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല രുചി. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മപ്പാസ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല കിടിലായിട്ടാണ്. പ്രത്യേകിച്ച് അപ്പത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കേണ്ടത്. അപ്പോൾ നല്ലൊരു ഐറ്റംസാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.